ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സിസ്ബ്രോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും കുറച്ച് ചങ്ങായിമാറും, അതായത് ഞാൻ, സിദ്ദീഖ്, രാഹുൽ, വിബി, കുട്ടു എല്ലാവരും കൂടി കണ്ണൂർ കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മീൻ വാങ്ങുന്നതും പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നേരിട്ട് വീഡിയോയിലൂടെ കാണാം. നിലവിൽ മീൻ ലേലം വിളിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ 1400 എന്നുള്ളത് അവർ 14 എന്ന് പറയും, 1500 എന്നുള്ളത് 15 എന്ന് പറയും. അങ്ങനെ ലേലം വിളിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. സിദ്ദീഖ എത്ര വെച്ചിക്കാ വിളിച്ച? ഇതിപ്പോ 350 രൂപയ്ക്ക് ഇവർ ലേലം വിളിച്ചിട്ടുണ്ട്. സിദ്ദീഖ അതിങ്ങാ നിക്കലാന്ന്. ഞാനിവിടെ 1.5 കിലോ നത്തല് വാങ്ങിയിട്ടുണ്ട്. എത്ര നത്തലിന് കഴിച്ചാൽ രാവിലെ? 100 രൂപയ്ക്ക് 1.5 കിലോ, 100 രൂപയ്ക്ക് 1.5 കിലോ ആയിട്ട് നത്തല് വാങ്ങിയിട്ടുണ്ട് രാവിലെ. ഇപ്പൊ നിലവില് ഉച്ച 2 മണിയായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും ബോട്ടിന്റെ കാണുന്നില്ല. രാവിലെ മത്സ്യബന്ധനത്തിന് പോയാലും രാവിലെ വന്ന് മീൻ കൊടുത്തിട്ട് പോയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. എന്നാലും കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബോട്ടിൽ നിന്ന് മീൻ കരക്കേക്ക് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നാളെ പ്രളയം സംഭവിച്ച നേരം കേരളത്തിൽ അതിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച മത്സ്യബന്ധന തൊഴിലാളികളെയാണ് ഓർമ്മ വരുന്നത്. അതായത് കടലിൻ്റെ മക്കൾ, അവരെ നല്ല രീതിയിൽ ഓർമ്മ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഞണ്ടിന് 250, ഈ ഞണ്ടിന് 300 രൂപ. അവിടെ ചെമ്മീൻ എത്രയാലും? ചെമ്മീന് 220. രാവിലെ 1 കിലോ മത്തിയും വാങ്ങിയിട്ടുണ്ട്. എത്ര മത്തിക്ക് രാവിലെ പൈസ? 1 കിലോ മത്തിക്ക് 250 രൂപയാണ്. 2000 അങ്ങനെ നമ്മളെല്ലാരും മീനും വാങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വണ്ടീന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നെ. ഫ്രഷ് മീൻ അതന്നെ. ഇതാ കോട്ടുള്ളതുകൊണ്ട് ഇവരെല്ലാരും 3 മേലെ കയറിയ. ഞാനൊക്കെ കോട്ടില്ലാതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി. എങ്ങനെയാ? നത്തല് അത്രക്കും ഫ്രഷ് നത്തലാന്നാ സിദ്ദീഖ് പറയുന്നത്. അതുപോലെ തന്നെ ഞണ്ടെല്ലാം എഴിഞ്ഞു പോന്ന്, വേറെ മീനെല്ലാം ഇങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു. കടപ്പുറക്കാരെ ചീത്തയും കേട്ട് കടപ്പുറം പറയുന്നുണ്ടല്ലോ ചീത്തന്റെ കാര്യത്തില്. പക്ഷെ കടപ്പുറം ചീത്ത എങ്ങനെയാന്ന് കേട്ട്. കാരണം 400 റുപ്യന്റെ മീന് 100 റുപ്യക്ക് വരുമെന്ന് വെച്ചിട്ട് അവർ ചീത്ത പറയുന്നത്. 400 റുപ്യന്റെ മീനാ സിദ്ദീഖ് 100 റുപ്യക്ക് തരുമെന്ന് പറഞ്ഞിട്ട് കുറെ സമയം കാത്തുനിന്ന് അവർക്ക് ക്ഷമ എടുത്ത് അവര് ചീത്ത പറഞ്ഞു. അപ്പാ നമ്മളിങ്ങ് മതിയാക്കി വന്നു. ഞാൻ ട്രാഫിക്കിലുള്ളേ. അങ്ങനെ ഇപ്പൊ നമ്മൾ നാട്ടിലേക്കുള്ള യാത്രയിൽ കാൽടെക്സ് ജംഗ്ഷനിലാണ് എത്തിയത്. അപ്പൊ എന്തോ സാങ്കേതിക തകരാറ് കൊണ്ട് പിന്നെ സിഗ്നല് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്കും തിരക്കുമെല്ലാം കാണുന്നത്.
കഴിഞ്ഞ് കാക്കത്തുരുത്തിയുള്ളത്. ഇതിൻ്റെ മേലെ നിന്ന് മരത്തിൽ നിന്ന് ഉണങ്ങി ദ്രവിച്ച കൊമ്പ് ഇങ്ങനെ റോഡുമേലേക്ക് വീണുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ബൈക്കെല്ലാം കയറിയാലെല്ലാം ഭയങ്കര അപകടമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കലാന്ന്. അപ്പോൾ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.